ദൈവനാമത്തിന് ഏവർക്കും വന്ദനം. ഒരു പ്രത്യേക പഠന പരമ്പര നാം കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയുണ്ടായി. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനത്തിൽ നിന്നുള്ള രണ്ടാമത്തെ അവതരണത്തിലാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ലേഖനം എഴുതപ്പെട്ടത്? പൗലോസ് അപ്പോസ്തലൻ 3 കാരണങ്ങൾ കുറഞ്ഞ പക്ഷം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ഒന്നാമത് വ്യക്തിപരമായൊരു കാരണമാണ്. അദ്ദേഹം റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലും 15-ാമത്തെ വാക്യത്തിലും ആ കാരണം അവതരിപ്പിച്ചു. 11-ാം വാക്യം ഇങ്ങനെ കാണാം: നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകപരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. കൂടാതെ അതിൻ്റെ 15-ാം വാക്യം ഇങ്ങനെ കാണാം: റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. ഇതൊരു വ്യക്തിപരമായ കാരണമാണ്. ഈ കാരണം എന്താണ്? താൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്നു, റോമിലേക്ക് തന്നെ വരാൻ ആഗ്രഹിക്കുന്നു. അവരുടെ സ്ഥിരീകരണത്തിനും അവിടെയുള്ള മറ്റ് ജനങ്ങളോട് സുവിശേഷം അറിയിക്കാൻ. രണ്ടാമത്തെ കാരണം ദൈവശാസ്ത്രീയമായ ഒരു കാരണമാണ്, ദൈവശാസ്ത്രപരമായൊരു കാരണം, തിയോളജിക്കൽ റീസൺ. 15-ാം അധ്യായ റോമലേഖനത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. റോമർ 15:15. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇപ്രകാരമാണ്: എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയതിൻ്റെ കാരണം സുവിശേഷത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളും ഒരിക്കൽക്കൂടി അവരെ ഓർമ്മപ്പെടുത്തുന്നതിനും അത് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ്. റോമിലുള്ള വിശ്വാസികളോട് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ, അടിസ്ഥാന പ്രമാണങ്ങൾ അത് ഓർമ്മപ്പെടുത്തുക, അതിനെ വ്യക്തമാക്കുക. മൂന്നാമത്തെ കാരണം തികച്ചും വ്യക്തിപരമാണ്. അത് 15-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വേദഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കുവന്ന് ഇപ്പോഴും എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായിരിക്കാനും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരങ്ങളായി വാഞ്ചുണ്ടാകൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. ഞാൻ അവിടെ വരുമ്പോൾ എനിക്ക് സ്പാനിയയിലേക്ക് പോകുന്നതിനുള്ള സാമ്പത്തികമായിട്ടുള്ള യാത്രാ ചെലവുകൾ നിങ്ങൾ എനിക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു സാമ്പത്തിക ആവശ്യമാണ്, സാമ്പത്തിക ആഗ്രഹമാണ്. അതിൻ്റെ 28-ാം വാക്യത്തിലും താൻ ഇങ്ങനെ പറഞ്ഞു: ഞാനത് നിവർത്തിച്ച് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയയിലേക്ക് പോകും. അപ്പം പൗലോസിൻ്റെ ഒരു യാത്രാ പദ്ധതി ഇവിടെ അവതരിപ്പിച്ചു. താൻ അതായത് സ്പെയിനിലേക്ക് പോകാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആ പോകുന്ന വഴിക്ക് റോമിൽ സന്ദർശിച്ച് വിശ്വാസികളെ കണ്ട് അവരാൽ താൻ യാത്ര അയക്കപ്പെടുക. പുതിയ നിയമത്തിൽ യാത്ര അയക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വഴിച്ചെലവിന്, യാത്രാ ചെലവുകൾ അവർ നൽകുക എന്നുള്ളതാണ്. ആദ്യത്തെ 2 കാരണങ്ങളാണ് പ്രധാന കാരണം. യാതൊരു സംശയമില്ല, മറ്റനേക കാരണങ്ങളും തീർച്ചയായും ഈ ലേഖനം ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലനിലൂടെ നൽകപ്പെട്ടതിന് പിന്നിലുണ്ടാകും. പക്ഷേ നമ്മുടെ ഊന്നൽ പ്രധാനപ്പെട്ട പ്രാഥമികമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്തിനു വേണ്ടിയാണ് ലേഖനം എഴുതപ്പെട്ടത് എന്നതിൻ്റെ പ്രാഥമിക കാരണങ്ങൾ മാത്രം. യഹൂദ മതാനുസാരികളായ ഉപദേഷ്ടാക്കന്മാർ, അതായത് തിരുപദേശം പഠിപ്പിച്ചതായ അനേകരന്നുണ്ടായിരുന്നു. ഗലാത്യ ലേഖനം താൻ എഴുതുമ്പോൾ അങ്ങനെയുള്ളവരെ എതിർത്തുന്നത് കൊണ്ട് എഴുതുകയുണ്ടായി. ഈ പുസ്തകം എഴുതപ്പെട്ടത് അങ്ങനെയുള്ള ഈ ദുരുപദേഷ്ടാക്കന്മാരെ എതിർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. തൻ്റെ ഉപദേശങ്ങൾ അതിന് സഹായകരമാണെങ്കിലും ഈ ലേഖനം എഴുതപ്പെട്ടതിൻ്റെ പ്രധാന ഉദ്ദേശം അതല്ല. മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, എബ്രായ ലേഖനം 5:12 ആ പ്രയോഗം കാണാം. ആദ്യ പാഠങ്ങൾ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയല്ല ഈ പുസ്തകം നൽകപ്പെട്ടത്. കാരണം റോമിലുള്ള വിശ്വാസികളെക്കുറിച്ച് 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം പറയുന്നത്: നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. റോമിലുള്ള വിശ്വാസികൾ വിശ്വാസത്തിൽ ബലപ്പെട്ടവരാണ്. അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം എല്ലായിടത്തും പ്രസിദ്ധമാണ് എന്നുള്ളത് വ്യക്തമാണ്. കൂടാതെ 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അവിടെ പറയുന്നത് ഇവരുടെ ആത്മീക അവസ്ഥ: സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും
അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരുമാകുന്നുവെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. അപ്പോൾ അവർ ദയാപൂർണരും സകല ജ്ഞാനം നിറഞ്ഞവരാണ്. ആത്മീകമായ വളരെ പരിജ്ഞാനമുള്ള വിശ്വാസ സമൂഹമാണ് റോമിലുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ആവശ്യം വചനത്തിലെ പാല് എന്ന അവസ്ഥയല്ല. കാരണം ദഹിക്കുവാൻ ബുദ്ധിമുട്ട് കുറഞ്ഞ പാല് കുടിക്കുകയല്ല അവർക്കിപ്പോൾ വേണ്ടത്. അവർക്കുള്ളത് കട്ടിയായുള്ള ആഹാരമാണ്. ദഹിപ്പാൻ പ്രയാസമുള്ള കട്ടിയായുള്ള ആഹാരമാണ് അവർക്ക് വേണ്ടത്. എബ്രായലേഖനം 5:12 ആ പ്രയോഗം കാണാം. കട്ടിയായുള്ള ആഹാരം എല്ലാവർക്കും ദഹിക്കില്ല. നന്മതിന്മകളാൽ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്കും പ്രായം തികഞ്ഞവർക്കേ അത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പുതിയ നിയമത്തിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ കട്ടിയുള്ള ആഹാരം ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ അത് റോമാലേഖനമാണ്. റോമാലേഖനം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ആത്മീയ ജീവിതത്തിൽ വളരെ കട്ടിയായ, പെട്ടെന്ന് ദഹിക്കുന്ന പാല് പോലെയുള്ളതല്ല, കട്ടിയായ ആഹാരമാണ്. ഇതൊരു ലഘുഭക്ഷണമല്ല. ഇതെല്ലാം കൊണ്ടും സമ്പൂർണ്ണമായൊരു അത്താഴമാണ്. റോമലേഖനം നൽകപ്പെട്ടതിൻ്റെ ഉദ്ദേശം മറ്റ് പൗലോസിലെ ലേഖനങ്ങൾ പോലെ റോമിലുള്ള ഈ കർത്താവിൻ്റെ സഭയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനല്ല. എല്ലാ സഭകളിലും ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകും. റോമിലുള്ള വിശ്വാസ സമൂഹത്തിലുള്ള ആഭ്യന്തര കാര്യങ്ങൾ, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനല്ല ലേഖനം എഴുതപ്പെട്ടത്. തീർച്ചയായും അവിടെയുള്ള യഹൂദന്മാരും പുറജാതികളും തമ്മിലുള്ള ബന്ധത്തിൽ സംഘർഷങ്ങളുണ്ടാകാം. പക്ഷേ പൗലോസിൻ്റെ ലേഖനത്തിലെ സത്യങ്ങൾ, വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും പഠിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം ലഘൂകരിക്കപ്പെടും. അങ്ങനെയുള്ള വിഷയങ്ങളാണ് പൗലോസ് നൽകിയത്. പക്ഷേ പ്രധാനമായി പൗലോസ് ഈ ലേഖനം നൽകിയതിൻ്റെ ഉദ്ദേശം അതല്ല, അവിടുത്തെ ആന്തരിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയല്ല. മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൗലോസ് ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ല. പൗലോസിനെ പോലെ ഒരാൾ ഒരിക്കലും അത് പ്രധാന ലക്ഷ്യമായിട്ട് ഒരിക്കലും കൊണ്ട് നടക്കില്ല. താൻ സ്പാനിയയിലേക്ക് പോകുന്നത് ശരിയാണ്, തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ശരിയാണ്. പക്ഷേ ഈ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം അവരുടെ സാമ്പത്തികമായ നേട്ടം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. പൗലോസ് അവർ തന്നെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ 24 വാക്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. പൗലോസ് അത് ആഗ്രഹിച്ചു, പക്ഷേ താൻ എഴുതിയത് അതിനു വേണ്ടിയല്ല. പിന്നെ എന്താണ് ഈ ലേഖനം നൽകപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം? റോമാലേഖനം ഒരു ഉപദേശപരമായ ലേഖനമാണ്. ഇപ്പോൾ പൗലോസ് പറഞ്ഞു 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടി? നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി. നിങ്ങൾ സ്ഥിരപ്പെടണം. എൻ്റെ സന്ദർശനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തൽ നടക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ഒരാൾ സ്ഥിരപ്പെടുന്നത് അഥവാ ബലപ്പെടുന്നത്? അത് ഉപദേശത്തിലൂടെയാണ്. റോമലേഖനം 16:25-26 നമുക്കത് കാണാൻ സാധിക്കും. പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്ന മർമ്മത്തിൻ്റെ വെളിപാട് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ഒരു വ്യക്തി ആത്മീയമായി സ്ഥിരപ്പെടുന്നത് അഥവാ ബലപ്പെടുന്നത് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയാണ്, ദൈവിക വചന സത്യങ്ങൾ പഠിക്കുന്നതിലൂടെയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലും നമുക്ക് ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കും. പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. അവിടെ പറയുന്നത്, അവിടെ കുറേ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട ക്രമത്താൽ ഗലാത്യ ദേശത്തിൽ ഫ്രുഗ്യയിൽ സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെ ഉറപ്പിച്ചു. ഇപ്പോൾ ഉപദേശമാണ് ഉറപ്പിക്കുവാനുള്ള മാനദണ്ഡം. മത്തായി 28:20 കർത്താവ് യേശു സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെ ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കണം. ഈ ഉറപ്പിക്കപ്പെട്ടവരാണ്, വിശ്വാസത്തിൽ ഉപദേശ വിഷയത്തിൽ ഉറപ്പുള്ളവരാണ് ശിഷ്യന്മാർ. ഇപ്പോൾ ഈ പുസ്തകം, ഞാൻ പുസ്തകവും ലേഖനം എന്ന വാക്ക് മാറി മാറി ഉപയോഗിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഇംഗ്ലീഷിലും അത് ബുക്ക് ഓഫ് റോമൻസ് ഓർ ലെറ്റർ ടു റോമൻസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ലേഖനം എഴുതപ്പെട്ടതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയാൽ മതി. ഈ പുസ്തകത്തിലടങ്ങുന്ന ഉള്ളടക്കങ്ങൾ എന്താണ്? ആ ഉള്ളടക്കങ്ങൾ എന്ത് കൊണ്ടുവരുവാൻ, എന്ത് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി നൽകി തന്നതാണ്? ഇതിലടങ്ങുന്ന വിഷയങ്ങൾ എന്താണ് ഫലമുണ്ടാക്കിയത്? അത് മനസ്സിലാക്കിയാൽ ഈ പുസ്തകം എന്തിനു നൽകപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. ഒരു വിധത്തിൽ പറഞ്ഞാൽ റോമാലേഖനം സകല കാലത്തേക്കുമുള്ള ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളാണ്. ക്രിസ്ത്യാനിത്വം സകല കാലത്തേക്കുമുള്ളതാണ്, ഒരു പ്രത്യേക കാലയളവരുമല്ല. ഈ അന്ത്യകാലത്ത് നൽകപ്പെട്ട ക്രിസ്തീയ മാർഗം സകല കാലത്തേക്ക്, ഭൂമി ഉള്ളിടത്തോളം മനുഷ്യനാവശ്യമായതാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളാണ് റോമാലേഖനം കൈകാര്യം ചെയ്യുന്നത്. റോം എന്ന നഗരത്തിൻ്റെ പ്രാധാന്യം ഒരിക്കലും മറന്നു പോകരുത്. പൗലോസ് ആ പട്ടണത്തിൽ എത്തുവാൻ ആഗ്രഹിച്ചു. താൻ ആഗ്രഹിച്ചത് ആ പട്ടണത്തിൽ ചെന്ന് തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ, മിഷൻ സെൻറ്റർ പോലെ റോമിനെ തീർക്കുകയും അവിടെ നിന്ന്
റോമൻ സാമ്രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് സുവിശേഷ ദൗത്യമായി തനിക്കും കൂട്ടുവേലക്കാർക്കും പോകാൻ കഴിയണമെന്ന് ആഗ്രഹിച്ചാണ് പൗലോസ് ഇവിടെ പോകാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി വഴിയൊരുക്കിയാനാണ് ഈ ലേഖനം പൗലോസ് അയച്ചത്. മറുവശത്ത് അഥവാ തനിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ, റോമിലേക്ക് തനിക്ക് താൻ പറയുന്ന ആഗ്രഹിച്ച ഉദ്ദേശത്തോടു കൂടി തനിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് റോം എന്ന് പറയുന്ന പുറജാതികളുടെ പട്ടണങ്ങളിലെ അല്ലെങ്കിൽ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പട്ടണമായ റോമൻ നഗരത്തിലേക്ക് താൻ പോകാൻ തനിക്ക് സാധിച്ചില്ലെങ്കിൽ, ഈ ലേഖനത്തിലൂടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രകൃതി സ്വഭാവം എന്താണെന്ന് അവിടെ നിക്ഷേപിക്കണം, അവർക്ക് അറിവ് കൊടുക്കണം. തനിക്കത് പോകാൻ പറ്റിയില്ലെങ്കിൽ, താൻ ആഗ്രഹിക്കുന്നതിന് അവിടെ ചെന്ന് സുവിശേഷ പ്രസംഗം നടത്താൻ വഴി തുറക്കപ്പെട്ടില്ലെങ്കിൽ, ഈ ലേഖനത്തിലൂടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രകൃതി സ്വഭാവം എന്താണെന്ന് അവിടെയുള്ള ജനങ്ങൾ ദൈവവിശ്വാസിയുമായ കത്തിലൂടെ അവർ മനസ്സിലാക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. അപ്പം താൻ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ സകല കാലത്തിനും വേണ്ടി നൽകുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ റോമലേഖനം എഴുതിയത്? ആകണമെന്നില്ല. പക്ഷേ ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശം. ദൈവാത്മാവിടെ യഥാർത്ഥ എഴുത്തുകാരൻ. ദൈവാത്മാവിൻ്റെ ഉദ്ദേശം പ്രിയ അപ്പോസ്തലനിലൂടെ റോമാലേഖനത്തിലെ ഉള്ളടക്കങ്ങൾ, വിഷയങ്ങൾ നൽകുമ്പോൾ സകലകാലത്തേക്കും ക്രിസ്തീയ മാർഗത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ ലോകത്തിന് ലഭിക്കണം എന്ന ഉദ്ദേശം ആത്മാവിനുണ്ടായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തീയ മാർഗത്തിൻ്റെ വേര് മുതൽ ഫലം വരെ എന്താണ് എന്നുള്ള സംക്ഷിപ്ത പ്രസ്താവനയാണ് റോമാലേഖനം. വേര് മുതൽ ഫലം വരെ ക്രിസ്ത്യാനിത്വം എന്താണ്, ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലം എന്താണ്. ഇപ്പോൾ നമ്മൾ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണിപ്പോൾ. അടുത്ത ക്ലാസ് മുതലായിരിക്കും മിക്കവാറും നമ്മൾ 1-ാം അധ്യായത്തിൽ പ്രവേശിക്കുന്നത്. ഈ ഒരുക്കത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസ് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പൗലോസ് നേരിട്ട അവസ്ഥകൾ എന്താണ്. പല അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും, എഴുത്തുകാരൻ്റെ ഭാഗത്തു നിന്നും ലേഖനം കിട്ടിയവരുടെ ഭാഗത്തു നിന്നും. ഇപ്പോൾ നമ്മൾ പക്ഷേ കൂടുതൽ ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം എന്താണ്. ഈ ലേഖനം നൽകപ്പെടുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. അതെന്താണ്? ഏറ്റവും അടിസ്ഥാനമായി അന്തർലീനമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു വലിയ ഉഷയം ഉയർന്നു നിൽക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തോട് ഒരു പുതിയ വിശ്വാസിയുടെ ബന്ധം എങ്ങനെയായിരിക്കണം? മോശയുടെ ന്യായപ്രമാണം അതിന്നും അനുസരിക്കണോ? ഒരു പ്രജാതിക്കാരൻ അതനുസരിച്ച് വേണോ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരാൻ? മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒരു മനുഷ്യൻ്റെ പാപമോചനം പ്രാപിച്ച് അവന് രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്താൻ കഴിയുമോ? ഇതാണ് പ്രധാന വിഷയം. ഒരു ദൈവ പൈതൽ, ഒരു പുതിയ വിശ്വാസിയുടെ ബന്ധം മോശയുടെ ന്യായപ്രമാണവുമായി. കാരണം യഹൂദ മതാനുസാരികളായ ചില ദുരുപദേഷ്ടക്കന്മാർ ആ നാട്ടിൽ കടന്നു വന്ന്, ആ പ്രദേശങ്ങളിൽ കടന്നു വന്ന് ഒരു പുതിയ തരത്തിലുള്ള സിദ്ധാന്തം പ്രചരിപ്പിച്ചു. കാരണം പുറജാതികളുടെ ലോകത്തിൽ നിന്ന് ഒരാൾ സുവിശേഷമനുസരിച്ച് ക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ ആദ്യം ആ വ്യക്തി മോശയുടെ ന്യായപ്രമാണത്തിന് വിധേയപ്പെടണം. മോശയുടെ ന്യായപ്രമാണത്തിന് വിധേയപ്പെട്ടിട്ട് വേണം ക്രിസ്തീയ മാർഗത്തിൽ പ്രവേശിക്കാൻ. ഇതാണ് അവർ പഠിപ്പിച്ചത്. ഈ വിഷയം പുതുതല്ല. ഗലാത്യ ലേഖനത്തിലും പൗലോസ് കൈകാര്യം ചെയ്തതാണ് ഈ വിഷയം. പൗലോസ് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിച്ചാൽ അവിടെ പൗലോസ് വിഷയത്തിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധി നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം എത്ര വരുന്നത്. ഗലാത്യ ലേഖനത്തിൽ വളരെയധികം തവണ ഈ വിഷയം ആവർത്തിച്ചു. പക്ഷേ റോമാലേഖനത്തിൽ അത് വിപുലീകരിച്ച് സംസാരിക്കും. ഗലാത്യ ലേഖനത്തിലും പൗലോസ് കൈകാര്യം ചെയ്ത വിഷയം ഇത് തന്നെയാണ്. ന്യായപ്രമാണത്താൽ പാപപരിഹാരം കിട്ടില്ല, പാപത്തിൻ്റെ പരിജ്ഞാനമേ കിട്ടൂ. കർമ്മമാർഗത്താൽ അല്ല രക്ഷ, വിശ്വാസമാർഗത്താലാണ്. പക്ഷെ റോമലേഖനത്തിൽ പൗലോസ് അത് വിപുലമായി സംസാരിച്ചു. ഇപ്പം ഗലാത്യ ലേഖനത്തിൽ സംസാരിച്ച അതേ വിഷയം തന്നെയാണ്. പൗലോസ് കടന്നു പോകുന്ന റോമാലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ചിന്താധാര എന്താണെന്ന് നമ്മൾ ഈ ആമുഖ പഠനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. അതിന് നമ്മൾ പുസ്തകം പഠിക്കണം, പുസ്തകത്തിലേക്ക് പ്രവേശിക്കണം, അതിന് ക്ഷമയോടെ കാത്തിരിക്കണം. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ പുസ്തകത്തിന് ലോകത്തിൽ ദൈവവിശ്വാസികളുടെ നടുവിൽ പുസ്തകത്തിന് ലഭിച്ചിരിക്കുന്ന പ്രാധാന്യം എന്താണ്? റോമാലേഖനം ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഹൃദയസ്പന്ദനം എന്ന നിലയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഹൃദയസ്പന്ദനം. നമ്മൾ നേരത്തെ പറഞ്ഞു വേര് മുതൽ ഫലം വരെ.
എന്താണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനിത്വം എന്ന് റോമലേഖനം പഠിപ്പിക്കുന്നു. പല സാക്ഷ്യങ്ങൾ ആത്മീക നേതാക്കന്മാരും സഭാപിതാക്കന്മാരും മറ്റും റോമലേഖനത്തെക്കുറിച്ച് നൽകിയിട്ടുണ്ട്. ഒരു വേദപണ്ഡിതൻ പറഞ്ഞത്, ഭൂമിയിൽ നിലനിൽക്കുന്ന, ബൈബിൾ മൊത്തത്തിൽ സംസാരിക്കുന്നതോടെ തന്നെ ഭൂമിയിൽ നിലനിൽക്കുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ലേഖനമാണ് റോമാലേഖനം. അത് പറഞ്ഞ സാമുവൽ ടെയ്ലർ കോളറിഡ്ജ് എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. അലക്സാണ്ടർ ക്യാമ്പൽ എന്ന് പറയുന്ന ആ ദൈവദാസൻ്റെ പ്രസ്താവനയിൽ റോമാലേഖനം പൗലോസിൻ്റെ മൊത്തം ലേഖനങ്ങളുടെ താക്കോലാണ്. ടെന്നി എന്ന് പറയുന്ന മറ്റൊരു ദൈവശാസ്ത്ര പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്തീയ ദൈവശാസ്ത്രം, ക്രിസ്ത്യൻ തിയോളജി, അതിൻ്റെ പ്രധാന താങ്ങ് അഥവാ ഊന്നാണ് റോമാലേഖനം. അഗസ്റ്റിൻ, ലൂതർ, മൂഡി തുടങ്ങിയവരുടെ അഭിപ്രായത്തിൽ അവർ പറഞ്ഞത് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച ഊർജമാണ് റോമാലേഖനം. മറ്റൊരു വേദശാസ്ത്രം പറഞ്ഞത് സഭാചരിത്രത്തെ രൂപപ്പെടുത്തുന്നത് റോമലേഖനമാണ്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് റോമലേഖനം മാത്രം മതി എന്ന ധാരണ വരരുത്. മറ്റെല്ലാ പുതിയ പുസ്തകങ്ങളെക്കാളും റോമാലേഖനമാണ് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് ബാക്കിയൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അവഗണിച്ച് കളയാമെന്നല്ല. അതെപ്പോഴും അപകടകരമാണ്. പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തെ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് അങ്ങനെ ദൈവ വെളിപാടുകളുടെ ആ തുലനാവസ്ഥ അപകടപ്പെടുത്തരുത്. എല്ലാ പുസ്തകങ്ങളും ആവശ്യമായതുകൊണ്ടാണ് 29 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ നൽകപ്പെട്ടത്. കാരണം റോമലേഖനത്തിൽ എല്ലാ വിഷയങ്ങളും കിട്ടില്ല. ഇപ്പോൾ ക്രിസ്തു ദർശനം, കർത്താവ് യേശുവിൻ്റെ ജീവിതം, സ്വഭാവം, അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രകൃതികൾ എന്നിവ പഠിക്കാൻ റോമലേഖനത്തിൽ പറ്റില്ല. അതിന് സുവിശേഷങ്ങൾ പഠിക്കണം. അന്ത്യകാല സംഭവങ്ങൾ റോമലേഖനത്തിൽ ലഭിക്കില്ല, അത് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നോക്കണം. സഭാശാസ്ത്രം അത് റോമലേഖനത്തിൽ വിശദമായില്ല. ഇതിൽ നിത്യപദ്ധതിയിൽ സഭയുടെ സ്ഥാനം അത് എഫേസ്യ ലേഖനത്തിൽ നിന്ന് പഠിക്കണം. ഇപ്പോൾ എല്ലാ പുസ്തകങ്ങളും ആവശ്യമാണ്, പക്ഷേ റോമാലേഖനം പ്രധാനമാണ്. അത് മാത്രം മതിയെന്നല്ല, അത് പ്രധാനമാണ്, വളരെയധികം പ്രധാനമാണ്. കാരണം ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. അത് ആവശ്യങ്ങളാണ് റോമലേഖനത്തിലുള്ളത്. ഇതൊരു സമഗ്രമായ പ്രകടന പത്രികയാണ് ക്രിസ്തീയ സുവിശേഷം. പുതിയ നിയമത്തിൽ ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ സമഗ്രമായ പ്രകടന പത്രികയാണ് റോമാലേഖനം. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ ആലോചന സമ്പൂർണ്ണമായി മനുഷ്യ രക്ഷയോടുള്ള ബന്ധത്തിൽ അവതരിപ്പിക്കുന്ന പുസ്തകമാണ്. ഇത് വളരെ ഉദാത്തമാണ്, അർത്ഥവ്യാപ്തി നിറഞ്ഞതാണ്, ന്യായയുക്തമാണ്. ഇതിൻ്റെ പഠനം ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ കൂടുതൽ പുസ്തകത്തെ സ്നേഹിക്കാൻ, അതിനെ ബഹുമാനിക്കാൻ, കൂടുതൽ പഠിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ക്രിസോസ്റ്റം എന്ന ആദിമ പിതാവ് പറഞ്ഞത് പൗലോസിൻ്റെ ആത്മിക കാഹളമാണ് റോമാലേഖനം. ആത്മിക കാഹളം എന്തിനാണ്? ഉറങ്ങുന്നവരെ ഉണർത്താനാണ്. പൗലോസ് കാഹളമൂതുകയാണ് റോമാലേഖനത്തിൽ. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം, റോമാലേഖനത്തിൻ്റെ പ്രാധാന്യം ദൈവവും ആഗ്രഹിക്കുന്നത്, അഥവാ പൗലോസും ആഗ്രഹിക്കുന്നത് എല്ലാവരും പഠിക്കണമെന്നാണ്. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം നൽകപ്പെട്ടത്. ഈ പുസ്തകത്തിൽ നമ്മെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇതൊരു സാധാരണ കത്തല്ല, ഇത് മതപരമായ ഒരു ഉപന്യാസമല്ല, പൗലോസ് കുത്തിക്കുറിച്ചൊരു ഉപന്യാസമല്ല, ഒരു ആലോചനയില്ലാതെ. പത്രോസ് ഒരിക്കൽ തൻ്റെ ലേഖനത്തിൽ 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ ഒരു പ്രസ്താവന നെയ്തു. ഇവിടെ പൗലോസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ചാണ് പത്രോസ് പറഞ്ഞത്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. അവിടെ 15-ൻ്റെ അവസാനം, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനെ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. 15-16 വാക്യങ്ങൾ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും നിങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഇപ്പോൾ പത്രോസിൻ്റെ ഭാഷയിൽ അവിടെ വ്യക്തമായി പറയുന്നു, ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. ഒരുപക്ഷെ റോമാലേഖനത്തെ ആയിരിക്കും പത്രോസ് മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത്. പൗലോസ് ലേഖനങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ പുസ്തകം വളരെ ബുദ്ധിമുട്ടായി ഗ്രഹിക്കാൻ പ്രയാസമായി നിൽക്കുന്നത്? ഒരു കാരണം പൗലോസിൻ്റെ എഴുത്ത് ശൈലി, തൻ്റെ സാഹിത്യ ശൈലി എങ്ങനെയാണ്? ഒരു വിഷയം സംസാരിക്കാൻ ആരംഭിച്ചിട്ട് അതിൽ നിന്ന് വ്യതിചലിച്ച് താൻ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ ചിന്ത പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരു കാരണം, ഇപ്പോൾ റോമാലേഖനത്തെ കൈകാര്യം ചെയ്യുന്ന പ്രശ്നം നമ്മെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല, നമ്മെ സംബന്ധിച്ച് അതിന് വലിയ പരിചയമില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് ജീവനോടെ നിൽക്കുന്ന കത്തുന്നൊരു പ്രശ്നമാണ്. അത് മറ്റൊന്നുമല്ല,
പുറജാതികളിൽ നിന്ന് കർത്താവ് യേശുള്ള വിശ്വാസത്തിലേക്ക് വന്നൊരു വിശ്വാസി ആദ്യം യഹൂദ മതമായ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടണമെന്ന് പഠിപ്പിക്കുമ്പോൾ, യഹൂദ മതം ആദ്യം അനുസരിച്ചിട്ട് വേണം ക്രിസ്ത്യാനി ആകാനെന്ന് പഠിപ്പിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി നിന്ന കാലമാണ്. നമുക്കതൊരു പ്രശ്നമല്ല. വേണമെങ്കിൽ മറ്റൊരു കാരണം കൂടെ പറയാം. കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ ദൗത്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ഭൂമിയിൽ ഓരോ ജോലികൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ വലിയതായിട്ട് അമിതമായ ചിന്ത, അമിതമായി നമ്മുടെ മനസ്സുപയോഗിക്കേണ്ടി വരാറില്ല. റോമലേഖനം ബുദ്ധിമുട്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇത് നമ്മുടെ ചിന്തിപ്പിക്കുന്ന പുസ്തകമാണ്. വളരെയധികം ചിന്തിപ്പിക്കും, ഗൗരവമായി ചിന്തിപ്പിക്കും. ഒരു വേദശാസ്ത്രം പറഞ്ഞത് റോമലേഖന പഠനം നമ്മുടെ ചിന്തകളിൽ നടക്കുന്ന ഒരു സാഹസികമായിട്ടുള്ള പോരാട്ടമാണ്. ചിന്തകളെ വെല്ലുവിളിക്കും. ഇത് വെറുതെ രുചിക്കാനുള്ള പുസ്തകമല്ല, പെട്ടെന്ന് വിഴുങ്ങാനുള്ള പുസ്തകമല്ല. ഈ പുസ്തകം പതുക്കെ പതുക്കെ ചവച്ച് അരച്ച് ഇറക്കി ദഹിക്കേണ്ടതാണ്. ഈ പുസ്തകം വളരെ ഗൗരവമുള്ളതാണ്, തിടുക്കമുള്ളതാണ്, ആത്മാർത്ഥതയുള്ള വചന പഠിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ജീവിതത്തിൽ വളരെ പ്രധാനമായി ആത്മീയ കാര്യങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നവർക്കുള്ള പുസ്തകമാണ് റോമാലേഖനം. ഇതിൻ്റെ അർത്ഥം റോമലേഖനം പഠിക്കാൻ പറ്റില്ല എന്നല്ല, മനസ്സിലാക്കാൻ പറ്റില്ലെന്നല്ല. നാം റോമലേഖനം പഠിക്കാൻ സാധിച്ചാലും നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാം അനേക കാര്യങ്ങൾ ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും നമുക്കിത് നൽകി തരില്ല. നാം പറഞ്ഞതുപോലെ ദൈവവും പൗലോസും ആഗ്രഹിക്കുന്ന ആ പുസ്തകം പഠിക്കണം. എന്തുകൊണ്ടാണ് ആ പുസ്തകം പഠിക്കേണ്ടതിന് പല കാരണങ്ങളുണ്ട്. പത്രോസ് പറഞ്ഞ പോലെ അസ്ഥിരന്മാരുമായും ശേഷം തിരുവെഴുത്തുകളെപ്പോലെ വചനങ്ങൾ പലതും കോട്ടിക്കളയുന്നു. പൗലോസിൻ്റെ ഈ പുസ്തകത്തെ ഉപയോഗിച്ചുകൊണ്ട്, റോമലേഖനം ഉപയോഗിച്ചുകൊണ്ട് അനേകർ ദുരുപദേശങ്ങൾ ലോകത്ത് പരത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ 4 അധ്യായങ്ങൾ, റോമലേഖനം 1 മുതൽ 4 വരെ അധ്യായങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കാൻ പരാജയപ്പെട്ടതുണ്ട്. വിശ്വാസം മാത്രം മതി, വിശ്വാസം മാത്രം മതി രക്ഷിക്കപ്പെടാൻ എന്ന നില പ്രസ്താവിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവർ. റോമലേഖനത്തെ തെറ്റായി ഉപയോഗിക്കും. റോമലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ആദിപാപം അതിൻ്റെ ഭവിഷ്യത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്നും നിലനിൽക്കുന്നതായിട്ട് പഠിപ്പിക്കുക. റോമർ 5 ഉപയോഗിച്ചുകൊണ്ട് ആദാമിൻ്റെ വിഷയം. റോമർ 6 നമ്മൾ പഠിക്കേണ്ടതിൻ്റെ കാരണം എന്താണ്? സ്നാനത്തിൻ്റെ ആവശ്യകത, പ്രാധാന്യം, ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കാതെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതായ അനേകങ്ങളുണ്ട്. അവർക്ക് മറുപടി പറയാൻ റോമലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനമെന്ന ദൈവ പദ്ധതി പ്രകാരമുള്ള ആ ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കണം. റോമർ 9 മുതൽ 11 വരെ യഹൂദ രാജ്യത്തിൻ്റെ പ്രാധാന്യം ദൈവമെന്ന് അവസാനിപ്പിച്ചതും അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അവസാനിപ്പിച്ചതും മശിഹയുടെ ആഗമനത്തിലൂടെ അവർക്കിനി പ്രാധാന്യമില്ല എന്നുള്ള സത്യങ്ങൾ പഠിപ്പിക്കുന്ന റോമർ 9 മുതൽ 11 അധ്യായങ്ങൾ അത് തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ദുരുപദേശകം നിറഞ്ഞിരിക്കുന്ന ലോകത്ത്, ആത്മീയ ലോകത്ത് റോമലേഖനം ശരിയായി പഠിക്കേണ്ടത് ആവശ്യമാണ്. വളരെ പ്രധാനമായി നിങ്ങളും ഞാനും നമ്മൾ ഈ പുസ്തകം പഠിക്കാൻ എന്തൊക്കെ ത്യാഗം എടുക്കണമോ അതെടുക്കാൻ തയ്യാറാകണം. ഈ പുസ്തകം അത്രമാത്രം നമ്മെ സഹായിക്കും. ഈ പുസ്തക പഠനത്തിലൂടെ, അറിവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ജ്ഞാനം അത്രയും പ്രയോജനകരമാണ്. പൗലോസിൻ്റെ ചിന്താധാര അത് നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ റോമലേഖനം പഠിക്കാൻ സാധിച്ചാൽ ദൈവത്തിന് നമ്മെ സ്വന്തമാക്കാൻ കഴിയും. നമ്മുടെ ഹൃദയം, മനസ്സ്, ചിന്ത, ശക്തി എല്ലാം ദൈവത്തിന് കിട്ടും. അത്രമാത്രം നമ്മെ വിപുലമായി, സമഗ്രമായി സ്വാധീനിക്കുന്ന പുസ്തകമാണ് റോമലേഖനം. ഇതിൻ്റെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അതിൽ, അതായത് സുവിശേഷത്തിൽ, ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്തെ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. റോമലേഖനത്തിലെ പ്രധാന വാക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ, നീതി എന്ന വാക്ക് 66 തവണ, നിയമം അഥവാ പ്രമാണം എന്ന വാക്ക് 75 തവണ, വിശ്വസിക്കുക എന്നുള്ളത് 61 തവണ, പാപം, പാപകരം എന്നുള്ളത് 58 തവണ, മരണം, കൊല്ലുക എന്നുള്ളത് 48 തവണ, ജഡീകം എന്നുള്ളത് 30 തവണ, കൃപ എന്നുള്ളത് 25 തവണ, വിശുദ്ധി എന്നുള്ളത് 24 തവണ. ഈ വാക്കുകൾ ഇത്രയധികം തവണ ഉപയോഗിക്കുന്നതിലൂടെ നമുക്കറിയാം പ്രാധാന്യങ്ങൾ എവിടെയാണ് എന്ന്, പുസ്തകത്തിൻ്റെ ഊന്നൽ എവിടെയാണ് എന്ന്. അപ്പോൾ നാളെ നാം ഈ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കും. ഇതിൻ്റെ ആമുഖം നമ്മൾ ഒന്നുകൂടെ എൻ്റെ രൂപരേഖ അവതരിപ്പിച്ചതിന് ശേഷം നാളെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. വായിക്കുക, വീണ്ടും പറയുന്നു, പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കുക, പലതവണ വായിക്കുക. ഈ പഠനം തീരുന്നതുവരെയും വായിക്കാൻ സാധിച്ചാൽ നമ്മുടെ വിശദീകരണങ്ങൾ കൂടുതൽ ഫലപ്രദമാകും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
അടുത്ത ദിവസം വീണ്ടും ഈ പുസ്തകമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.